നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. കുഞ്ഞിന്റെ അച്ഛൻ സ്ഥലത്തുള്ളപ്പോ അപ്പൂപ്പനാ ഞാൻ ചോറ് കൊടുക്കുന്നതിനാ? അത് അങ്ങനെ മതി. ഏട്ട ഞങ്ങൾ പറയുന്നത് അങ്ങ് കേട്ടേച്ചാ മതി, മനസ്സിലായോ? ഓഹോ, രാജകൽപ്പനയാണോ? ആ അതെ, കൽപ്പന തന്നെയാ. ആഹാ ശരി. അല്ല പിന്നെ. ഇതെന്താ, ഇവരൊക്കെ കാർത്തിയെ കാണാൻ വന്നതാണോ? എന്തായാലും ഒന്നും മിണ്ടാൻ നിൽക്കുന്നേ? എന്താ കാര്യം? കാര്യം ഞാൻ പറയാം. എന്നെ ചുമതലപ്പെടുത്തിയ കാര്യം എനിക്ക് പറഞ്ഞല്ലേ പറ്റൂ. നിങ്ങൾ പറയൂ, പഠിക്കണ്ട. അത്ര സുഖകരമല്ലാത്തൊരു കാര്യം എനിക്ക് പറയാനുള്ളത്. മാധുരി കൊലക്കേസിൽ ഹൈക്കോടതി കൊടുത്ത അപ്പീൽ കോടതി അംഗീകരിച്ചു. തുടരന്വേഷണത്തിന്റെ ഭാഗമായി ജയരാമനെ അറസ്റ്റ് ചെയ്യണം. അറസ്റ്റ് ചെയ്യണമെന്നോ? അറസ്റ്റ് ചെയ്യാൻ കോടതി ഉത്തരവാണ്. വാറന്റുമായിട്ടാണ് ഞങ്ങൾ വന്നിട്ടുള്ളത്. ജയരാമൻ നിരപരാധിയാണെന്ന് കണ്ട് കോടതി ഇവനെ വെറുതെ വിട്ടതല്ലേ? ആ വിധിക്ക് മേലൊരു അപ്പീൽ പോകും. ആ അപ്പീലാണ് കോടതി അംഗീകരിച്ചിരിക്കുന്നത്. ആരാ അപ്പീൽ കൊടുത്തത്? ഒരു ഇന്ദ്രജ നമ്പ്യാർ. അവള് മനഃപൂർവ്വം എന്റെ ജയേട്ടനെ ദ്രോഹിക്കാണ്. ഇനി ഇതെനിക്ക് താങ്ങാൻ വയ്യ. ഒരു തരത്തിലും ദൈവം എന്നെ വെറുതെ വിടില്ലല്ലോ. എന്തൊരു ശാപം കിട്ടിയ ജന്മം എന്റേത്. മിസ്റ്റർ ജയരാമൻ, ഞങ്ങളോട് സഹകരിക്കണം. ഞങ്ങൾക്ക് ഞങ്ങളുടെ ഡ്യൂട്ടി ചെയ്തേ പറ്റൂ. ഇത് ACP സാറിന്റെ വീടാണ്. ഞങ്ങൾക്ക് ഇതിലപ്പുറമൊക്കെ സംസാരിക്കാൻ ബുദ്ധിമുട്ടുണ്ട്. ഇതവളാ, ആ ഇന്ദ്രജ. അവള് കരുതിക്കൂട്ടി എന്റെ മകനോട് പ്രതികാരം ചെയ്യുന്നതാ. ഇതിന് അടങ്ങിയിരിക്കാൻ എന്നെ കൊണ്ട് വയ്യ. കാർത്തി, നീ എന്താ ഒന്നും മിണ്ടാത്തെ? കോർട്ട് ഓർഡറാണ് മുത്തശ്ശി. ഇവരുടെ കയ്യിൽ അറസ്റ്റ് വാറന്റ് ഉണ്ട്. തൽക്കാലം ഇവരോട് നമ്മൾ സഹകരിച്ചേ പറ്റൂ. ബാക്കി കാര്യമൊക്കെ പിന്നീട്. വല്യമാവൻ ഇപ്പൊ ഇവരോടൊപ്പം പോയേ പറ്റൂ. മോനെ, ഞാൻ കൂടെ ഉണ്ട്. ഞാൻ വല്യമാവനെ രക്ഷിച്ചിരിക്കും. ഞാൻ വേഗം റെഡിയായിട്ട് വരാം. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.